വീട്ടിലെ ഏത്തപ്പഴം മേടിച്ചു കഴിഞ്ഞാൽ അധികം ആരും അങ്ങോട്ട് കഴിപ്പ് നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ തോലൊക്കെ കറുത്തിരിക്കുന്നുണ്ടാവും. അതുപോലെ 2 ദിവസമായിട്ട് നമ്മുടെ ഏത്തപ്പഴം ഇവിടെ തോലൊക്കെ കറുത്തിരിക്കുന്നുണ്ടേ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഏത്തയ്ക്കാപ്പൊരി ഉണ്ടാക്കാനായിട്ട് പോവാണ്, അതായത് ഏത്തയ്ക്കാപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദമാവൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഇടാട്ടോ. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇടുന്നത് നല്ലൊരു മധുരം ഉണ്ടാക്കും, ആ മാവിൻ്റെ കോട്ടിങ്ങിന് നല്ലൊരു മധുരം ഉണ്ടാക്കും കേട്ടോ. കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്കും അവർ ലേശം മധുരമൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. അതാണ് അത്രയും ടേസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ കറുത്ത എള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇടാം, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അത്രയും അലങ്കാരം വേണ്ടല്ലോ. ആദ്യം മാവ് കലക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ പഴമൊക്കെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പഴം ഒരുപാട് കട്ടിക്ക് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ലേ. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നും മാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയും കൂടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കട്ടൻ ചായ മസ്റ്റ് ആണല്ലോ, അങ്ങനെ അതും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ.